خطابة الروحة وخصوصا المقدمة introduction level. We selected here 4 PhD works as a model. Number 1, this is done by Abdurrahman Telgara. Now he is the principal of Avia College Kabul. وموضوعه تجلية الثقافة الهندية. ഒരു ഇന്ത്യൻ സ്റ്റഡിയെ പറ്റിയുള്ള അറബിയിലുള്ള ഒരു പഠനമാണ്. അതിൽ അദ്ദേഹത്തിന്റെ നമുക്ക് മുഖദ്ദിമയിലേക്ക് പോകാം. ഈ മുഖദ്ദിമ കുറച്ചധികം പേജ്, പക്ഷെ അത് ഒരു സ്ഥാനത്തോ അനാവശ്യമായി തോന്നും. എനിക്ക് ഈ 100 പേജോളമുള്ള ഈ ഡിസീസ് മുഴുവൻ വായിക്കുന്ന ഒരു ഇഫക്റ്റ് ഈ മുഖദ്ദിമയിൽ ഒന്ന് മുഖദ്ദിമ നിങ്ങൾക്ക് എല്ലാത്തിലും ഒന്നുണ്ടാവും. പിന്നെ ബാബ് അവസരം വിഷയത്തിന്റെ ഹൗ ഈസ് മാനിഫെസ്റ്റോ മൊത്തം ഇന്ത്യൻ കൾച്ചർ അറബിയിൽ ആദ്യം മുതൽ അവസാനം വരെ എങ്ങനെയാണ് മാനിഫെസ്റ്റോ ഉണ്ടാകും, അതിന്റെ ഒരു പഠനമാണ്. അപ്പൊ ശരിക്ക് അതിന്റെ ഒരു ബേസിക് ഫീൽഡ് സർവേ എന്ന് പറഞ്ഞ പോലെ തുടങ്ങി. ഒന്നാമത്തെ ബാബ് ഇത്തുലാല ആമ അല താരീഖി ഹിന്ദി വസ്വാസി. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഓവറോൾ വ്യൂ നമ്മൾ പറഞ്ഞു എല്ലാ വിഷയത്തിലും. ആ വിഷയത്തിന്റെ സ്ഥാനത്താണ് ഈ ഹെഡിങ് ബാബ് കിടക്കുന്നത്. ഇത്തുലാല ആമ, അതിൽ ഫസ്റ്റിലെ അവലുണ്ട്, സാനിയുണ്ട്, സാലിസുണ്ട്, ഒക്കെ ഇവിടുത്തെ പശ്ചാത്തല പഠനം, മീൻസ് ഒരു ഗ്രൗണ്ട് ഫീൽഡ് സ്റ്റഡി എന്നോടെ പറയാം. രണ്ടാമത്തത് ഒന്നുകൂടി മുന്നോട്ട് പോവുക, അറബിയിലേക്ക് കുറച്ചുകൂടി ക്ലോസ് നിൽക്കുകയാണ്. അൽ ഹിന്ദു ബിൽ അദബിൽ അറബിയിൽ കവി. അത് നമ്മൾ പറഞ്ഞ പോലെ മൂവല്ലക്കാർക്ക് അങ്ങനെ അദബിൽ ഫിഖിലാക്ക്, അൽ ഹിന്ദു അസറു അറബി ഫിഖിൽ അറബി ആദാബിക്കും, അത് കഴിഞ്ഞു. പിന്നെ സാലിസ് മൂന്നാമത്തത് ഒന്നുകൂടി അറബി ഭാഷയുടെ ഓരോ പാർട്സുമായിട്ട് അടുത്ത് വെക്കുകയാണ്. നസർ, ഷിയർ, ആദ്യം പറഞ്ഞ നസർ, അതില് വസ്കുൽ ഹിന്ദ് വൽ ഗുരുബി അറബി ലിഖ്ലാത്ത് അലാമുൽ ഹിന്ദ് ആദാബുൽ ഹിന്ദ് ഫുനൂനുഹ. പിന്നെ അതുപോലെ നസറിന്റെ മറുഭാഗത്തുള്ള ഷിയർ, അൽ ഹിന്ദ് ഫി ഷിയറിൽ അറബിൽ ഹദീസ്, അൽ മലാഹി വൽ അസാറുൽ ഹിന്ദിയ അലാമുൽ ഹിന്ദ് സ്വമാമുഹ ആസാറുൽ ഹിന്ദ് ജമാൽ തബിയത്തിഹ. അപ്പോൾ ഏറെക്കുറതിന്റെ പിന്നെ ഇന്ത്യയെ പറ്റിയുള്ള ഒരു ഫീൽഡ് സ്റ്റഡി എന്ന് പറയാവുന്ന രൂപത്തിൽ അദ്ദേഹത്തിന്റെ ഈ പ്രധാനപ്പെട്ട റിസർച്ച് പ്രോബ്ലത്തിലേക്കുള്ള ഒരു വാതിൽ തുറന്നു കഴിഞ്ഞു. ഈ രണ്ട് ബാബ് അവലിലൂടെ, ബാബ് അവലിൽ കഴിഞ്ഞ് സ്ഥാനി കഴിഞ്ഞ് സാലിസ് കഴിഞ്ഞു. പിന്നെ റാബിയയിലാണ് റാബി കഴിഞ്ഞു. ബാബ് ഹാമിസിലാണ് അബ്റദുൽ ആദാബുൽ ഹിന്ദിയ അൽ മുതർജമ ലോകത്തിൽ അറബിയ. അത് ശരിക്കും ഈ അദ്ദേഹത്തിന്റെ റിസർച്ചിന്റെ ഒറിജിൻ ഫോക്കസ്ഡ് ഏരിയയാണ്. എത്രത്തോളം ഇന്ത്യൻ പാരമ്പര്യവും പൈതൃകവും അറബി ഭാഷയിൽ സ്വാധീനിച്ചു എന്നുള്ളതിന്റെ ആ തീം ഏരിയയിലേക്കാണ് വരുന്നത് ഈ ഭാഗം. അബ്രദത്തിൽ കുറെ മലയാളികൾ, ഷിയർ, ഹിന്ദി, ഖസസ്, റിവായാത്ത് ഹിന്ദിയ ഒക്കെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിലൊക്കെ ശരിക്ക് ഈ റിസർച്ച് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ അവസാനത്തെ ഒരു ചാപ്റ്ററിലേ ഉള്ളൂ. പക്ഷെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രാഥമിക വിവരങ്ങൾ അവിടെ ഉണ്ട്, മുകളിലും കഴിഞ്ഞു കൊടുക്കും. ഇതൊരു മെത്തേഡ് സ്വീകരിക്കാം. ഇപ്പൊ 5 ചാപ്റ്ററും പിന്നെ മുഖദ്ദിമ പ്ലസ് അവസാനം പറഞ്ഞ ആദ്യമയും, അപ്പൊ ഒരു മീഡിയം വർക്കായിട്ട്. പിന്നെ ചാപ്റ്റർ ഒന്ന് കൂടിയാലും കുഴപ്പമില്ല. നമുക്ക് നിങ്ങളുടെ വിഷയത്തിന്റെ വ്യാപ്തിയും ഡെപ്തും അനുസരിച്ച് ഈ ഒരു മോഡലാണ്. ഇപ്പൊ വിഷയത്തിന് മുമ്പ് എത്ര വന്നു, വിഷയത്തിലേക്ക് എത്ര വന്നു എന്നൊക്കെ മനസ്സിലായിരുന്നു. അപ്പൊ വിഷയത്തിന് മുമ്പ് 4 ചാപ്റ്റർ വന്ന് മിക്കവാറും ഒരു നദറ ആമ, അതുപോലെ തന്നെ ലിറ്ററേച്ചർ റിവ്യൂ വന്നിട്ടുണ്ട്, പേജിൽ വായിച്ചാൽ. പിന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ഫോക്കസ്ഡ് ഏരിയ എന്നത് റിസർച്ച് പ്രോബ്ലത്തിലേക്ക് ഈ 5ാമത്തെ ചാപ്റ്റർ കൂടി വെച്ചാൽ അത് പൂർത്തിയാകും. എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ഈ
അത് കുഴപ്പമില്ല. സിനോപ്സിസ് അങ്ങനെ ഒരു കോൺക്രീറ്റ് മാറ്റാൻ പറ്റാത്ത അങ്ങനെയൊന്നുമില്ല. സിനോപ്സിസ് നമ്മൾ 5 ചാപ്റ്റർ കൊടുത്തു, പഠിച്ച് വന്നപ്പോൾ സാറിന് വേണ്ടി വന്നു പുറത്തും ചെയ്യാം. അതൊക്കെ ആ വിഷയത്തോട് നമ്മൾ എത്രത്തോളം നീതി പുറത്ത് നോക്കിയാൽ ഒക്കെ വരില്ല. വിഷയത്തിന്റെ മെയിൻ ഫ്രെയിംവർക്ക് കൈവെക്കാൻ പാടില്ല. ടൈറ്റിൽ അകത്ത് എല്ലാ പഠനവും നടക്കും. പരമാവധി പിന്നെ ഇതൊക്കെ പാലിക്കണം. എന്നാൽ പോലും ആവശ്യാനുസരണം ഈ പറഞ്ഞ കാര്യത്തിൽ പ്രയാസമാണ്. കാരണം നമ്മൾ നേരത്തെ കണ്ടതിന്റെ ഫൈനിങ്സ് മാറിയിട്ടുണ്ടാവില്ല. നമ്മളൊരു സിനോപ്സിസ് തയ്യാറാക്കുന്നത് ഒരു കൊല്ലം മുമ്പായിരിക്കും. അതിനുശേഷം അവസ്ഥകൾ മാറി, സന്ദർഭങ്ങൾ മാറി, ഫൈറ്റിങ്സ് മാറി, അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു മാറ്റം കുഴപ്പമില്ല. ഇനി ഈ ഇതിന്റെ മുഖദ്ദിമ, ഞാൻ പറഞ്ഞ മുഖദ്ദിമ ഒരു എത്രത്തോളം എല്ലാവരും ചെയ്യാം, എത്രത്തോളം അത് വികസിക്കാം, ചിന്തിക്കാം ഒക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഇവിടെ അദ്ദേഹം ചെയ്തത് പിന്നെ ആദ്യം മുഖദ്ദിമയുടെ ഒരു ആമുഖമാണ്. ഇവിടെ നിന്നിട്ടുള്ള അപ്പൊ ആദ്യം പിന്നെ ജാഹിലിയ കാലം കഴിഞ്ഞു, പിന്നെ ഇസ്ലാമിന്റെ കാലം, പിന്നെ അബ്ബാസി കാലം. ഈ വിഷയത്തിലേക്ക് ആവശ്യമായ ഒരു ചവിട്ടുപടി. ഇപ്പൊ പ്രജല്ലിയാൽ ഇന്ത്യൻ പൈതൃകത്തിന്റെ പ്രകടനങ്ങൾ എന്നൊക്കെ വളരെ കാലം നോക്കണ്ടല്ലോ. മോഹൻലാലുണ്ട്, ഇബ്രത്തീസ്, റാറാവുണ്ട്. അതൊക്കെ പറയാനുള്ള ഒരു വേദിയൊക്കെ പറഞ്ഞു പോരാ. അധികം പരത്തി പറയും വേണ്ടതില്ല. ഈ വിഷയത്തിൽ എല്ലാം കുറെ വന്നിട്ടുണ്ട്. കർമ്മ സിദ്ധാന്ത്, അജായിബുണ്ട്, ആര്യഭട്ട എല്ലാം പറയുന്നുണ്ട്. പിന്നെ അടുത്തതില് പിന്നെ അബ്ബാസി കാലഘട്ടത്തിന്റെ പീരീഡായിരിക്കും. പിന്നെ കമാൻ നക്ഷത്രത്തെ ഹർക്കത്തും തർക്കം, അത് വേറൊരു മഹലയിലേക്കുള്ള കാരണം. അതായത് അബ്ബാസി കാലഘട്ടത്തിന്റെ രണ്ടാമത്തെ ഫേസില് തർജ്ജമയിലൂടെ, ട്രാൻസ്ലേഷനിലൂടെ കുറെ പിന്നെ സാഹിത്യങ്ങൾ ഇന്ത്യയിൽ നമുക്ക് പോയിട്ടുണ്ട്. ഈ പിന്നെ അഷ്ടാംഗഹൃദയ, ബ്രഹ്മപുത്ര സിദ്ധാന്ത്, ആ പഠനമൊക്കെ. പിന്നെ മുന്നോട്ട് പോയിട്ട് ഉൽക്കലാം ആസാദ്, രാമായണം, അജ്ഞാതി, അതോടൊപ്പം ഒരു 4 പേജ് ഇവിടെ ഉണ്ട്. ആ 4 പേജ് ഇവിടെ കുറച്ച് കൂടി എനിക്ക് അഭിപ്രായമുണ്ട്. ഇത്ര തന്നെ വേണമെന്നില്ല. ഇതിപ്പോ ഈ മുഖദ്ദിമയുടെ ഒന്നാമത്തെ ഭാഗം അഹദാബുൽ കംസാണ് അല്ലെ? അഹദാബുൽ കംസിന് മുമ്പായിട്ട് മൊത്തം ഒരു പരിചയപ്പെടുത്തൽ എന്നുള്ളതിന് മാക്സിമം ഒരു 2 പേജ് മതിയാവും സാർ. 2 പേജ് മതിയാവും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ഒരു പറഞ്ഞാണ് നോ പറ്റില്ല. ഈ അഹ്ദാഫിലേക്കാണ് പ്രധാനമായിട്ട് വരുന്നത്. അഹ്ദാഫിന്റെ മുമ്പായിട്ട് ഒരു തർജീബ് സബീൽ എന്ന നിലക്ക് ഒരു 2 പേജ് നമ്മുടെ വിഷയത്തെ പറ്റിയിട്ട് പ്രധാനപ്പെട്ട മെയിൻ പോയിന്റ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വിവരണം നന്നായിരിക്കും. എന്നിട്ട് ചെയ്യാം അഹ്ദാഫിലേക്ക്. അഹ്ദാഫ് നമ്മൾ പറഞ്ഞല്ലോ, വളരെ കൃത്യമായിട്ടും സ്പെസിഫിക് ആയിട്ടുമാണ്. സ്പെസിഫിക് ആയിട്ട് ഈ പഠനത്തിന്റെ ആത്യന്തികമായ വിഷയങ്ങൾ നമുക്ക് എഴുതി പറയാൻ സാധിക്കും. അവിടെ അത് മുസ്താഹമാഫിന്റെ സഖാവത്തിൽ. അപ്പൊ അതൊരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചാണ്. ഒരു ദേശീയത ഉണ്ട്, ഒരു പിന്നെ രാജ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പറയാം. അപ്പൊ നമുക്ക് നമ്മളുടെ വിഷയം അറബി സാഹിത്യത്തിലുള്ളതുപോലെ തന്നെയാണ് പറയുന്നത്. തന്നെ എന്തെങ്കിലും ഒരു ഇന്റർ ഡിസിപ്ലിനറി ലിങ്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ കൊടുക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എല്ലാ റിസർച്ചും ഒരു ഭാഷയിലും ഒരു ഡിസിപ്ലിനിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതിന് പകരം തന്നെ ഒന്നുകൂടി വൈഡാണ്. ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഉണ്ടെങ്കിൽ, നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, നമുക്ക് ഈ അഹ്ദാഫിന് ഹൈലൈറ്റ് ചെയ്യാം. രണ്ടാമത്തത് അപ്പൊ ഒന്നുകൂടി അതിന്റെ ഹദഫ് ഏത് അറബികളായ ആളുകൾക്കും ഇവിടുത്തെ ആളുകൾക്കും ഈ രംഗത്തുള്ള പഠനത്തിന് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുക. അപ്പൊ ഒന്നുകൂടി അതിന്റെ ആ ഹദഫ് വലുതായി കഴിഞ്ഞു. അറബ് ലോകത്തെയും നമ്മൾ
ഉദ്ദേശിക്കുന്നുണ്ട് ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് എന്ന രൂപത്തിൽ ആ പഠനത്തെ മാറ്റാൻ പറ്റും. മൂന്നാമത്തത് ആർദോ ജവാനി തെർസീർ വത്താസും, രണ്ട് രാജ്യത്തിനിടയിലുള്ള തെർസീറും താസും. തെർസീർ എന്ന് പറഞ്ഞാൽ ടു മേക്ക് അതേഴ്സ് ഇൻഫ്ലുവൻസ്, താസ് എന്ന് പറഞ്ഞാൽ ടു ബി ഇൻഫ്ലുവൻസ് അവർസെൽസ്. അപ്പൊ രണ്ട് ഭാഗം അതിൽ എങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് പദപ്പായിട്ട് മാറ്റി. പിന്നെ പക്കത്തെ ലാഹത്തു, അവിടെ ലാഹത്തു അവിടെ കുഴപ്പമില്ല, നമ്മളെപ്പോഴും ആ ഒരു തേർഡിൽ കൊണ്ടില്ല. ഇങ്ങനെ പറഞ്ഞു ഞാൻ ചെയ്തു, ഞാൻ കണ്ടു എന്നൊക്കെ തന്നെ പറയാം. അപ്പൊ ലാഹത്തു ആ സീരല് ഇന്ത്യ തവല്ല ഇത്തിമാമൻ ബാല്യൻ ഇന്ത്യ സ്ഥലം. അപ്പൊ അത് ഈ പഠനം ഈ പാശ്ചാത്യർ നടത്തിയ പഠനങ്ങളും അതിന്റെ ചില അനുബന്ധങ്ങളിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് ദിറാസ സ്ഥാപിക്കേറ്റ് പറയാം. അത് വളരെ റീസെന്റ് ഒന്നല്ല, പഴയതാണ്, എന്നാലും പറഞ്ഞു കുഴപ്പമില്ല. പിന്നെ പിന്നെ ഫലം യഹ്ലു ഫലം യഹ്ലുൽ ബഅ്സു മിൻ സുഊബാത്തിൻ കാന മിൻ അശദ്ദിഹാ അദ്മു ഇലാഹി അശാമിൽ അല സഖാഫത്തിൽ. ആ ഹുദൂദിനെ പറ്റി ലിമിറ്റേഷൻസ്, ആ ലിമിറ്റേഷൻസിന്റെ ഭാഗമായിട്ട് ഈ സ്കോളർ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ടൈറ്റായി പറയണമെന്നില്ല, ഇങ്ങനെ കൊള്ളിച്ചാൽ ഇപ്പോഴപ്പം ഇതിന്റെ വളരെ വിശാലമായി കിടക്കുന്ന എല്ലാ ഭാഗങ്ങളും അദ്ദേഹത്തിന് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ട്. ഫാക്ടാണ്, കുഴപ്പമില്ല, അദ്ദേഹത്തിന് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. അത് ലിമിറ്റേഷൻസ് ആണ്. التي تتصم بالتنوع والتعدد فإذا كان بعض الباحثين يعانون من قلة المادة العلمية لإعداد بحوثهم فأنا സ്പെസിഫിക്കായി പറയാം فأنا قد توفر لي الكثير منها. പല ആളുകൾക്കും ഈ പറഞ്ഞ അത് കിട്ടിയിട്ടില്ലെങ്കിലും എനിക്ക് കുറെ ലഭിച്ചിട്ടുണ്ട്. അത് നമ്മൾ പറയാം, അത് പ്രൗഡായിട്ട് പറയല്ല. നേരത്തെ പലർക്കും ലഭിക്കാത്ത മെറ്റീരിയൽസ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്, നമ്മുടെ ക്ലെയിമാണ്. അപ്പൊ അങ്ങനെ പറയാൻ കുഴപ്പമില്ല. അവിടെ ഒന്നും പിന്നെ ഈ തേർഡ് പേഴ്സൺ ഒന്നും ഉപയോഗിക്കണ്ടേയില്ല. അതൊക്കെ നമ്മൾ ഞാൻ എന്ന ആ വാക്കുകൾ ഉപയോഗിക്കേണ്ടതല്ല. സാറ ആവശ്യമായ മാത്രമാണ്. പിന്നെ പോയിട്ട് അബ്രതമായി അത് വിവിധ സോഴ്സുകളിൽ കിടക്കുന്ന എല്ലാത്തിനെയും ഭംഗിയായിട്ട് ഒരുമിച്ച് കൂട്ടാൻ കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു മെറിറ്റ് ആയിട്ട്, ക്ലെയിം ആയിട്ട് അദ്ദേഹം അവകാശപ്പെടുന്നത്. അപ്പൊ ഇവിടെ പറയുന്ന ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും ജസ്റ്റിഫൈ ചെയ്യണം. നമ്മൾ പറഞ്ഞു നമ്പർ 1, 2, 3, 4 അകതാകുന്നുണ്ട്. അത് ഈ മതൻ നഹ്നു ഇസ്തഖാന ഇസ്ബാത ദാലിക ടു വാട്ട് എക്സ്റ്റെന്റ് വി പ്രൂവ് സച്ച് എവിഡൻസ്. അതാണ് അടുത്ത പേര് വേണ്ടത്. ഭാഗം 1, 2, 3 ഒക്കെ വരേണ്ടത് ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ പറഞ്ഞത് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണെങ്കിൽ പിന്നെ അതിനെപ്പറ്റി ഒന്നും നമ്മൾ ഉണ്ടെന്നില്ലെങ്കിൽ അത് ഒരു റിമാർക്കായിട്ട് ബാക്കി. പിന്നെ അപ്പൊ അഹ്ദാഫ് കഴിഞ്ഞു. കുറെ നമ്പർ പറയണമെന്നില്ല, 2 3 മതി. പിന്നെ ആ അഹ്ദാഫിൽ തന്നെ ഹുദൂദ് വന്നു കഴിഞ്ഞു. പിന്നെ ഈ പറഞ്ഞ റിസർച്ച് ഒറിജിനൽ ഏരിയ ടു ബി ഫോക്കസ്ഡ് മെയിൻലി ഇൻ ദ റിസർച്ച്. അതാണ് ഇതിൽ വന്നത്. അത് നേരത്തെ പറഞ്ഞ കൊടുത്തുണ്ടാവും. പിന്നെ അതിൽ പറയുന്ന പോയിട്ട് അത് കഴിഞ്ഞു وبالتالي كمالة الزيارات والإجراءات العربية المتكررة للهند حيث نشر العديد من مذكرات ويوميات هذه الإجراءات باللغة العربية. കാലാന്തരത്തിൽ അറബികളായ ആളുകൾ ഇന്ത്യയിലേക്ക് വന്നിട്ട് അവരുടെ ഇംപ്രഷൻസ്, അഭിപ്രായങ്ങൾ അറബിയിൽ രേഖപ്പെടുത്തിയ പുസ്തകങ്ങളാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഏരിയ. അത് ഇവിടെ പറഞ്ഞു. അതിനോട് തുറന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോട്ടെ അഹ്മിയത്തുൽ ബഹ്സ് വരുന്നത്. അപ്പം അഹ്മിയത്തുൽ ബഹ്സ് വേണമെങ്കിൽ ആദ്യം പറയാം, എന്നിട്ട് റിസർച്ച് പ്രോബ്ലം പറയാം, അല്ലെങ്കിൽ ഇവിടെ ഉള്ളതുപോലെ പറയാം. അത് വലിയ പ്രസക്തി ഒന്നുമില്ല, എന്നാലും വിഷയത്തിന്റെ ഔചിത്യം നോക്കിയിട്ട് നമ്മൾ മുന്നോട്ടും പിന്നോട്ടും ആക്കുന്നുണ്ട്. പിന്നെ അഹ്മിയത്തുൽ ബഹ്സ്
ദവാഫി ദവാഫിയും പറയാം, അതുപോലെ ഇവിടെ സബബ് ഇഖ്തിയാരിയും പറയാം. അപ്പൊ അദ്ദേഹം അതിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ പിന്നെ അദ്ദേഹത്തിന് നേരെ വായിച്ച് പരിചയിച്ച് ലഭിച്ച കാര്യങ്ങളാണ്. അവിടെ പിന്നെ ഖലീൽ ഷെയ്ഖ് ഫാരിസ് ഫിൽ അദബിൽ അറബി കിതാബ് അൽ ഗർബ് ഫി ശിഅറിൽ അറബി അൽ ഹദീസ് في باحث سعودي وذي صدر عن عبد الملك من دراسة الإنجليزية بعنوان الفلسفة الهندية في الشعر الإنجليزي دكتور علي الطلقة. وهذه الدراسة شجعتني بالفعل على اختيار هذا الموضوع. അവിടെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ പൈതൃകം എങ്ങനെയാണ് അറബിയിൽ പ്രതിഫലിക്കുന്നത് എന്നതിന് അദ്ദേഹത്തിന്റെ പ്രചോദനമായത് ഈ 2-3 വർക്കുകളാണ്. അപ്പൊ അതേ ഒരു ആസ്പെക്ട് നമ്മളൊക്കെ വർക്കിലാണ്. ഏത് വർക്കാണെങ്കിലും നമ്മൾ വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ചിലപ്പോൾ വായിക്കണമെന്നില്ല. നേരത്തെ ഒരു സുഹൃത്ത് കരിക്കുലത്തെ പറ്റി പറഞ്ഞു. അപ്പൊ കരിക്കുലത്തെ പറ്റി പുസ്തകമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആ കരിക്കുലത്തെ പറ്റി ഒന്നും നമുക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ ലേഖനം വായിച്ചിട്ടുണ്ടാവാം. ഏതെങ്കിലും രൂപത്തിൽ നമുക്കുള്ള ഇൻവോൾവ്മെന്റ് തന്നെയാണെങ്കിൽ അതിലുള്ള പ്രീവിയസ് സ്റ്റഡി അത് ഒരുപക്ഷെ പ്രിന്റ് ആയിരിക്കാം, വേറെ വിധത്തിലായിരിക്കാം. എന്താണെങ്കിലും അത് ബേസ് ചെയ്തുകൊണ്ടുള്ള പഠനത്തിലാണ് ഞാൻ എങ്ങനെ ഇൻസ്പയർഡ് ടു ക്യാരി ഓൺ സച്ച് ആൻഡ് സച്ച് വർക്ക് എന്നുള്ളത് സ്ഥാപിക്കാൻ കഴിയും. അവിടെ അദ്ദേഹം പറഞ്ഞ 2-3 പുസ്തകമാണ് എത്ര മതി. പിന്നെ വക്കാനവിന്റെ അഭിന് പറയുന്നത് അഹമ്മിൽ അസ്ബാബി ഇഖ്തിയാരിയുമായി എഴുതി റസായിലി ഇത്സാലി സഖാഫത്തിൽ മുഖ്തലിഫ, പിന്നെ മുഹാവറത്തിന്റെ ഇന്തിബാഹൽ മസ്കൂലിൻ ഇലാ ഹാദിഹിൽ ജവാനിബ് സഖാഫിയ്യ, ഇഹ്തിമാമു സഖാഫിൽ ഹിന്ദിയ ലിദ്റാസാത്തിൽ ഹിന്ദിയ. അതിന് പിന്നെ ഒരു ആ വിഷയം അങ്ങനെ ആയതുകൊണ്ട് കുറച്ച് അഹ്താബുകൾ പറഞ്ഞു തരും, കുറച്ചുകൂടി കാരണങ്ങൾ പറഞ്ഞു തരും. ഈ വിഷയം ഇന്ത്യൻ ചരിത്രത്തിന് ഉപകരിക്കും, അറബികൾക്ക് ഉപകരിക്കും, ഒരു ഇൻഡോ കൾച്ചറൽ ബന്ധം ശക്തമാക്കാൻ ഉപയോഗിക്കും, പിന്നെ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് അതിനൊക്കെ ഉപയോഗിക്കും. അത് വിഷയത്തിന്റെ കിടപ്പ് അങ്ങനെ ആയതുകൊണ്ട് അത് പറഞ്ഞതേ ഉള്ളൂ. അതേ ഇതൊക്കെ പറയാൻ സാധിക്കണമെന്നില്ല. എന്നാൽ നമ്മളുടെ വിഷയത്തിന്റെ നേച്ചർ എങ്ങനെയാണോ ആ വിഷയത്തിന് ദേശീയതയുമായിട്ട് അല്ലെങ്കിൽ സാമൂഹികതയുമായിട്ട് അല്ലെങ്കിൽ വേറെ ഒരു ഫീൽഡുമായിട്ട് ഒക്കെ എന്തെങ്കിലും ലിങ്ക് കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. ഈ വിഷയത്തിന് നമ്മളുടെ കേരള സമൂഹത്തിലെ ഇസ്തിമായി ആയിട്ട് ലിങ്കുണ്ട്, എക്കണോമി ലിങ്കുണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ കുടുംബ വ്യവസ്ഥയുമായി എന്തും പറയുന്നു. അപ്പൊ നമ്മളുടെ വിഷയത്തിന്റെ പിന്നെ വിത്ത് അതിന്റെ വിശാലം തീരുമാനിക്കേണ്ടവരെ നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെ ചെയ്യാം ആ വിഷയം എത്രത്തോളം ചക്രവാളത്തോളം വിശാലമാക്കാൻ പറ്റും നമ്മളെ കൊണ്ടാകും. പക്ഷെ പറയുന്നത് സൂര്യനെ പറയാൻ പാടില്ല, സ്പെസിഫിക് ആയി പറയാം. അപ്പൊ അങ്ങനെ സ്പെസിഫിക് ആയി പറയാവുന്ന കുറച്ച് ഏരിയയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടത് ഇവിടെ കൊടുത്തത്. പിന്നെ ഹുദൂദുൽ ബഹ്സ് നേരത്തെ പറഞ്ഞ ഒന്നുകൂടി ആവർത്തിക്കുന്നുണ്ട്. അതിന് അന്നത് വേണ്ടിയിരുന്നു. അപ്പൊ അങ്ങനെ ആരും മൈൻഡ് ചെയ്യാറില്ല കേട്ടോ. കൃത്യമായി പറയുന്നുണ്ടോ? ഉണ്ട്. ഇപ്പൊ അങ്ങനെ കാണുന്നില്ല. അത് ഏതെങ്കിലും ഒരു 1-2 വരെ ഉൾക്കൊള്ളിച്ചാൽ കുഴപ്പമില്ല. അന്ന് പിന്നെ ഒരു അവിടുത്തെ ഒരു ഡോക്ടർ സിസ്റ്റത്തിന്റെ ഭാഗമായി അങ്ങനെ പ്രത്യേകം കാണിച്ചതേ. പിന്നെ പോയിട്ട് ആ മോള് പറഞ്ഞില്ല കൊടുക്കുന്നുണ്ട്. പിന്നെ അദ്രാസാത്ത് സാധിക്കാം നമ്മൾ പറഞ്ഞ അതേ ആ മെത്തേഡിലും ആ പിന്നെ ആ സീക്വൻസിലാണ് വരുന്നത്. ദിറാസാത്ത് സ്ഥാപിക്കാം. ഇതാണ് പ്രധാനം. അപ്പൊ ഈ വിഷയത്തിൽ ഖത്തറിമാൻ ചെയ്തിരിക്കുന്ന സ്റ്റഡികളുടെ ബേസ്മെന്റ് ഇനി പറയുന്ന വർക്കുകളാണ്. ഒന്ന് മുഹമ്മദ് മുനീർ, അദ്ദേഹത്തിന്റെ പുസ്തകം അൽ ഹിന്ദിയ. രണ്ടാമത്തത് അൽ കിതാബ് അത് ആ പുസ്തകത്തിന്റെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ആണ്. ഓരോ പുസ്തകവും എടുത്തിട്ട് ആ പുസ്തകത്തിന്റെ മെറിറ്റും ഡീമെറിറ്റും മുഖ്യതകൾ കൊടുക്കുന്നത് നല്ലൊരു സമീപനമാണ്. എന്നാൽ ആ പുസ്തകം നമ്മൾ എത്ര കണ്ട് വായിച്ചു എന്നുള്ളത് ബാബിലേക്ക് പോകണ്ട, 2-3 ബാബ് വായിക്കണം, ഇവിടെ തന്നെ കിട്ടും. ഈ പുസ്തകത്തിന് ഇന്ന മെറിറ്റ് ഉണ്ട്, ഇന്ന ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിന്റെ നമ്പർ 1 അൽ കിതാബ് യത്നാബുൽ ഫഖ്ത് അൽ ഹദീസ്, അത് അതിന്റെ ഒരു ഭാഗമാണ്. പിന്നെ പല എത്തിജാബത്തും ആദാബി കോലിൽ അറബിയിലുള്ള അത് ഹദീസ് മാത്രമാണ്, മറ്റ് അറബ് കൺട്രീസ് ചെയ്തിട്ടില്ല. രണ്ടാമത്
അഹ്മദൽ മസാദിൽ ഉള്ള ആ പുസ്തകത്തിൽ 10 പുസ്തകത്തെ ഉണ്ട് വിവാഹത്തും മറ്റു കാര്യങ്ങളായിട്ട് വേറെ ചർച്ച ചെയ്യുന്നില്ല. മൂന്നാമത് ഇന്ത്യൻ സംസ്കാരത്തെ എൻറിച്ച് ചെയ്യാൻ എന്തെല്ലാം അറബികൾ ചെയ്തു അത് പറയുന്നില്ല. അപ്പം നേരത്തെ കഴിഞ്ഞ വർക്കില് പറയുന്നില്ല, കാണുന്നില്ല, പോയിട്ടില്ല, വന്നിട്ടില്ല. ആ ഭാഗമാണ് നമ്മുടെ സ്കോപ്പ്. അവിടെ നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിനായി പറയാവുന്ന കാര്യങ്ങൾ ആണ് നമ്മളുടെ സ്കോപ്പ്. പിന്നെ അതിന് ഹിലാല ആർമി മോഹൻലാൽ ഉത്സാഹമാദ്യം ചെയ്യാം. രണ്ട് അഫ്സാനി രണ്ടാമത്തെ പുസ്തകമാണ് ബഷീർ അഹമ്മദ് സിദ്ദീഖി. അദ്ദേഹത്തിന്റെ പുസ്തകം അൽ ഹിന്ദു അൽ ഇസ്തിഖ്ലാൽ ബിശ്ശീറിൽ അറബിൽ ഹദീസ്. ഈ പഠനത്തിന് അവലംബമല്ല, ഇതിന്റെ ഒരു ലിറ്ററേച്ചർ റിവ്യൂവിന് വേണ്ടി സ്വീകരിച്ചിട്ടുണ്ടാകും പുസ്തകം. മൂന്നാമത്തത് മുഹമ്മദ് അലീസ്. അദ്ദേഹത്തിന്റെ ഔലാഉൽ ഹിന്ദ് അൽ ഇജ്തിമാഇയ്യ വ സഖാഫിയ്യ ഫി ഖൗൽ കിതാബാത്തിൽ അറബിയ്യ ഫി ഖിലാൽ അസ്ൽ അഖാസ്. അത് ഈ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിന് പ്ലസ് മൈനസ് ആയിട്ട് ഉണ്ടാവും. പിന്നെ അത്തരം 3 പുസ്തകം പിന്നെ ഒന്നല്ല, ഒരു 5-6 പുസ്തകമുണ്ട് ഇവിടെ. പിന്നെ കുറച്ചുകൂടി ചുരുക്കാൻ വേണ്ടിയിട്ട് 3 മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ നവാൽ, പിന്നെ ഞാൻ തന്നെ സൂപ്പർവൈസറാണ്. നവാൽ ഷെഹാബിയുടെ പുസ്തകം, അനീസ് മൻസൂറിന്റെ പുസ്തകം, അങ്ങനെ 5-6 പുസ്തകമുണ്ട്. പിന്നെ അബ്ദുൽ നാസർ അബ്ദുലിയുടെ പുസ്തകമുണ്ട്. അത് പ്രധാനപ്പെട്ട കുറച്ച് മെൻഷൻ ചെയ്തു. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ലഭ്യമായ വായിച്ച എല്ലാ പുസ്തകവും മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ സാമ്പിൾ ആയിട്ട് ചെയ്യാം. ഇത് ഏറ്റവും കണ്ടന്റ് ആയ പുസ്തകങ്ങൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ലിറ്ററേച്ചർ റിവ്യൂവില് മുഖദ്ദിമയിൽ കാണും. ചുരുങ്ങിയ രൂപത്തിൽ അതിന്റെ മെറിറ്റും ഡിമെറിറ്റും ഇങ്ങനെ പറഞ്ഞാൽ വളരെ ഭംഗിയാകും. പിന്നെ നമ്മൾ സാധാരണ പറഞ്ഞ പോലെ നമ്മൾ ഇതിൽ സ്വീകരിച്ചിരിക്കുന്ന വാട്ട് ഈസ് ദ മെത്തഡോളജി വി അഡോപ്റ്റ് ഫോർ അവർ സ്റ്റഡി അത് ഇവിടെ പറയുന്നത്. സാധാരണ പോലെ തന്നെ അത് മിക്കവാറും വൺ ആൻഡ് സെയിം ആയിരിക്കും. മിക്കവാറും ഇവിടെ നിങ്ങൾക്ക് കഥന്റെ അപ്പൊ ഈ വസ്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും പെട്ടത്. വസ്തി എന്ന് പറഞ്ഞാല് അതിൽ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകും, അനാലിസിസ് ഉണ്ടാകും, കമ്പയറിംഗ് ഉണ്ടാകും, ഉണ്ടാകും, എന്തെങ്കിലും. അധികം പറയാതെ വസ്തി കണ്ടീരിൽ പറഞ്ഞാൽ എവരിത്തിങ് പറയാതെ വാക്കാണ്. പിന്നെ അതിനെപ്പറ്റി ചെറിയ വിവരണമാണ് നമ്മളിപ്പോ വായിക്കേണ്ടത്. അത്രയേ ഉള്ളൂ. ഈ പറഞ്ഞതും ആവശ്യമാണ്. വാചനത്തിൽ ഈ ഇത് നേരത്തെ പറഞ്ഞ ഹുദൂദിലേക്ക് ചേർക്കാം. ഇങ്ങനെയും പറയുന്നതാണ്. നമ്മള് പ്രതിമയില് നമ്മളുടെ റിവ്യൂ കഴിഞ്ഞു. പിന്നെ ഇതിൽ കാണുന്ന വേറെയും പ്രയാസങ്ങൾ എന്തെങ്കിലും തന്നു ഉള്ളതൊക്കെ ഉള്ളതുപോലെ പറയാം. എന്തെങ്കിലും പറയാം, ഇങ്ങനെ പറയാം, ഒന്നും കുഴപ്പമില്ല. നമ്മുടെ നമ്മളെന്തായിരിക്കണം, നമ്മളതില് വിശ്വസ്തനായിരിക്കണം. ഒരു കവചിക്കലോ മറിമായമോ കണ്ടന്റേറ്റിങ്ങോ ഒന്നുമില്ല. ഇന്നത് ഉള്ളതുപോലെ പറയാവുന്നത് നമുക്ക് സാധിക്കാൻ സാധിക്കും. ഒരു 3 കാര്യങ്ങളാണ് അദ്ദേഹം ഇതിൽ ഉൾപ്പെടുത്തിയത്. അത് മറ്റൊന്നല്ല, ഈ വിഷയത്തിന്റെ അതിവിശാലമായ ഏരിയ, നേരത്തെയുള്ള പഠനങ്ങൾ കവർ ചെയ്യാൻ പറ്റാത്ത, വിഷയത്തിലും കവർ ചെയ്യാൻ പറ്റാത്ത ധാരാളം ഏരിയകളുണ്ട്. അതിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു തുറമുഖത്തായിട്ട് അദ്ദേഹം മുൻകൂട്ടി സമ്മതിച്ചത്. അപ്പൊ നമ്മളിപ്പോ അഹ്ദാഫ് കഴിഞ്ഞു, പിന്നെ ആദാബുൽ മാദിയ അല്ലെങ്കിൽ കഴിഞ്ഞു, പിന്നെ മുസ്ലിം കഴിഞ്ഞു, ഹുദൂദ് കഴിഞ്ഞു. ഇനി തഖ്സീമുൽ മുഖദ്ദിമയിൽ ഇന്നത്തെ വന്നു, ബാബ് അവൽ അതിൽ ഇന്നത്തെ വന്ന്, ബാബ് സ്ഥാനി അതിൽ ഉസ്മാനുവൽ തലത്തിലാണ് നമ്മുടെ വിഗ്രഹത്തിൽ കണ്ടല്ല. ആവർത്തിച്ചില്ലേ. പിന്നെ ബാബ് താരിഖ്
അതില് നെസ്റിൽ വന്ന കാര്യങ്ങള്, പിന്നെ ബാബ് റാബിയ ഷിയറിൽ വന്ന കാര്യങ്ങള്, പിന്നെ ബാബ് ഹാമിസ് മെയിൻ ടീം ഏരിയ, മലയാളത്തിൽ നിന്നും ഉറുദുവിൽ നിന്നും ഹിന്ദിയിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നും ഒക്കെ അറബിയിലേക്ക് പോയിരിക്കുന്ന വളരെ ആധുനിക കാലഘട്ടം വരെ വന്നിരിക്കുന്ന എല്ലാ കൾച്ചറൽ എക്സ്ചേഞ്ചും ആ ബാധിക്കുന്നത്. പിന്നെ ആദ്യമേല് അദ്ദേഹം കൊടുക്കുന്ന നതീജയും ഔസിയാണ് പറഞ്ഞില്ല. മീൻസ് റെക്കമെൻഡേഷൻ. നമ്മളൊരു കാര്യം വളരെ ആത്മാർത്ഥമായി പഠിച്ചാൽ, സമയമെടുത്ത് പഠിച്ചാൽ ഇനിയുള്ള കൈമാറാൻ പെർഫോമൻസ് ഉണ്ടാകും. അതും പറയാം. അതാണ് സൗകര്യം ഉദ്ദേശിക്കുന്നത്. അപ്പൊ എത്ര പേരായി 10 പേരായി 15 പേര്. ഈ 30 പേര് അതിലൊരു ആദ്യത്തെ 2 പേര് ഒഴിവാക്കാൻ യഥാർത്ഥത്തിൽ മുമ്പിൽ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഒരു 2 പേര് കട്ട് ചെയ്യാം. എന്നാലും ഒരു 13 പേര് നമുക്ക് നമ്മളുടെ പറയാനുള്ള കാര്യങ്ങൾ ആദ്യമേ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞാൽ അത് വളരെ ഇംപ്രസീവായി വായനക്കാർക്കും മുൻകാലിനും നമ്മളുടെ ഈ പ്രവൃത്തിയെ പറ്റിയുള്ള ഒരു ഇവാലുവേഷന്റെ വലിയ സ്ഥാനം. ഒരു 10 മുതൽ 13 പേജ് വരെ എന്നതൊരു നിലപാടിലേക്ക് വന്നാൽ പ്രതിമ shall be or will be from 10 to 13 pages. ഇതെന്നെ അനുകരിക്കുന്ന കേട്ടോ. ഒരു മോഡലായി പറഞ്ഞു തരും. കുറക്കാം നമ്മളൊരു വിഷയത്തിലേക്ക് പോകുമ്പോൾ ഒരു സ്പെസിമെൻ വേണം. അതുകൊണ്ട് പറഞ്ഞു തരും. ഒന്നും വേണ്ടതില്ല. അതൊരു എന്താ പറയുക, ഒരു നെയ്സിലേക്ക് പറയാനുള്ളത് ഒരു കർമ്മം നിർവഹിക്കുന്ന ഭാഗമായി പറയാനേ. അത് പറഞ്ഞില്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ വസ്തുവിനായിരിക്കും. എന്നാൽ പോലും റിസർച്ചിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ടെക്നിക്കൽ ഒരു ഷേപ്പ് ഉണ്ട്. ആ ടെക്നിക്കൽ ഷേപ്പിന് വേണ്ടി അത് പറയാനേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും മനസ്സിലാക്കി അത് പറയാൻ ചോദിച്ചു. ചില മുത്തനെയോ ചോദിക്കും നമ്മൾ മനസ്സിലാക്കുകയും വാർത്താൻ എഴുതിയിരിക്കുന്ന പ്രശ്നമൊന്നുമില്ല. അത് ഉണ്ടാവുകയില്ല. അത് ഇൻബിൽറ്റാണ്. മനസ്സിൽ പറഞ്ഞില്ലെങ്കിൽ പോലും ആ മനസ്സിലാണ് ഇൻബിൽറ്റാണ്. എന്നാൽ നമ്മൾ കാണിക്കണം വിഷയത്തിന് പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ടെക്നിക്കൽ സൈഡ് ഇറ്റ് ഷുഡ് ബി പബ്ലിഷ്ഡ്. സാറേ ഇത് ലാസ്റ്റ് മുഖത്തിമ എത്രത്തോളം പ്രധാനമാണോ അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് കാത്തിമ. ഇപ്പൊ മുഖത്തിമയിൽ പറഞ്ഞ എന്തെല്ലാം അവകാശവാദങ്ങളുണ്ടോ അത് ശരിയാണ് ഒന്നുകൂടി ഉറപ്പിക്കാനും പ്രൂവ് ചെയ്യാനും ഈ അവസ്ഥ 2 പേജ് ഉണ്ട്. കുറച്ചേ ഉണ്ടാകും. 2 പേജ് ഉണ്ട്. ഇത് പറയേണ്ടതില്ല. ഇപ്പൊ കാത്തിമയിൽ അവരുടെ സാഹചര്യം അതോടെ ഹൈറ്റിലുണ്ടാവും. ഇന്നത്തെ കാലത്ത് ഇന്ന് പോയിട്ട് അറബിയത്തിൽ അവര് പോയിട്ട് രാമായണ മഹാഭാരത പിന്നെ ധർമ്മപാത അതുപോലെ കാമസൂത്ര ഒക്കെ മനുസ്മൃതി ശകുന്തള പിന്നെ ദ്രാമാവുദ്ദീൻ ടാഗോർ ജവഹർലാൽ നെഹ്റു തുടങ്ങിയ പിന്നെ മുഹമ്മദ് അലി ജോഹർ. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ അദ്ദേഹം കഴിഞ്ഞിൽ വന്നിട്ടുണ്ട്. ഒന്നുകൂടി പരാമർശിക്കും. ഇന്ത്യയെ പറ്റിയുള്ള
ഇന്ത്യയുടെ തുറാസ്, രാമായണം, മഹാഭാരതം, ഗീത, ഉപനിഷത്ത് എല്ലാം ഇതിൽ വന്നു എന്നുള്ളത് അദ്ദേഹം ഒരിക്കൽ കൂടി ക്ലെയിം ചെയ്യാണ്. പിന്നെ അതിന്റെ ഈ കാലത്തെ പ്രത്യേകത ഇസ്ലാത്തിൽ അറബിക്കാണ്. അത് ഈ കാലത്ത് മാത്രമല്ല, പണ്ടുള്ളതിനേക്കാൾ ഏറെ അറബ് ഗുജറാത്ത് ട്രാവലോഗ്സ് പല അറബികളും ഇന്ത്യ സംബന്ധിച്ചിട്ട് ഇന്ത്യയെ പറ്റി എഴുതിയ പുസ്തകമാണ്, പുസ്തകങ്ങളാണ് ഈ വിഷയത്തിൽ നല്ല പഠനങ്ങൾ. അതൊന്നും കൂടി കയ്യിൽ പിന്നെ ഇതില് അദ്ദേഹം പറഞ്ഞത് ഈ വിഷയം ഇങ്ങനത്തെ ഒരു പഠനം, ഇന്ത്യയെ പറ്റിയുള്ള ഇന്ത്യയുടെ പൈതൃക പഠനം അറബികൾക്ക് എത്ര കണ്ട് ഉപയോഗപ്പെടും. അദ്ദേഹം പറഞ്ഞ ഇന്ത്യൻ പൈതൃകം, ഇവിടുത്തെ നോവല്, കഥ, ഡ്രാമ, കഥകളി, നൃത്തം, അങ്ങനെയുള്ളതെല്ലാം അഹബുൽ ഫുനൂൻ അൽ ഹിന്ദിയ്യ അൽ അറബ് എന്നാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. ആ ഫൈലിംഗ്സ് ഒന്നുകൂടി ഇവിടെ ആവർത്തിക്കുന്നുണ്ട്. അപ്പം ഈ പഠനം ഇന്ത്യക്കാർക്ക് മാത്രമല്ല, ഒരു കൾച്ചറൽ എക്സ്ചേഞ്ചിന്റെ ഭാഗമായിട്ട് ഇന്ത്യ അല്ലാത്തവർക്ക് ഉപകരിക്കുന്നുള്ളത് ആ ഒരു ക്ലെയിം അവിടെ സ്ഥാപിക്കാൻ കഴിയും. പിന്നെ തൗസിയ അഹമ്മദ് തൗസിയ ഈ പഠനം ഇവിടുകൊണ്ട് അവസാനിക്കുന്നില്ല. നമ്മൾ പറഞ്ഞല്ലോ അത് വേറെ ക്ലാസ്സിൽ പറഞ്ഞേ ഉള്ളൂ. റെക്കമെൻഡേഷൻ ضرورة القيام بدراسة مستقلة من جانب السلطات الهندية لرصد إسهامات العرب العظيمة. ഇന്ത്യയിലെ അധികൃതർ തന്നെ മുൻകൈയെടുത്തിട്ട് ഈ പറഞ്ഞ വലിയ പൈതൃകം പഠിക്കാനും പഠിപ്പിക്കാനും സംവിധാനം ഉണ്ടാവണം. രണ്ടാമത്തത്, ഇന്ത്യൻ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള പഠനങ്ങൾക്ക് ഗവേഷണ കേന്ദ്രം ആരംഭിക്കണം. മൂന്നാമത്തത്, പിന്നെ മാധ്യമങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രമോട്ട് ചെയ്യണം. അതുപോലെ തന്നെ അബ്ദുറഹിമാൻ ബൈറൂരിയുടെ പേര് പ്രത്യേകമായി ചേർ സ്ഥാപിക്കണം. പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് നമ്മളെ സ്വന്തം മനസ്സിലാക്കി പറയാം. അതിപ്പോ എവിടെയൊന്നും വേണ്ടതില്ല. നമുക്ക് നമ്മുടെ ഒരു പഠിതാവ്, ഒരു റിസർച്ചർ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ അതിൽ നിന്ന് ഈ സമൂഹത്തിൽ മിച്ചമുണ്ടാവുന്നത് എന്തൊക്കെയായിരിക്കണം ആരാ പറയേണ്ടത്? റിസർച്ചർ ഹിംസെൽഫ്. അത് അദ്ദേഹത്തിന് മാത്രം വിട്ടുകൊടുക്കാവുന്ന രീതിയാണ്. നിങ്ങളങ്ങനെ പറയാൻ കാരണം എന്താ ചോദിക്കുന്നില്ല. നമ്മൾ എന്ത് പഠിച്ചാലും എന്ത് എഴുതിയാലും അതിന്റെ തൗസിയാത്ത് നമ്പർ 1, 2, 3, 4 ആയിട്ട് എഴുതുക. അപ്പൊ അത് എന്തായിരിക്കും? The steps to be taken for the further studies in the coming years എന്ന രൂപത്തിലെ പരിചയപ്പെടുത്താറ്. ഇതാണ് ഈ വിഷയത്തിലെ ഒരു ഒന്നാമത്തെ പഠനം. രണ്ടാമത്തെ പഠനം രണ്ടാമത്തത് നമ്മുടെ ഏറ്റവും സാധാരണയാണ്. അത് ഈ പറഞ്ഞ പോലെ നല്ലൊരു സ്പെസിമെൻ മാതൃകയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കാണ്. അപ്പൊ നമ്മൾ സാധാരണ ഒരു സ്കോളർക്ക് how many years to complete the work? 5 years. 5 years. But he completed it in 3.5 years. 3.5. فلا سنوات ونصف هو تم. والوحيد الذي حاز الدكتور في هذه المدة القليلة من حتى في جامعة تاريخ العالم قبلنا. അതൊരു നല്ലൊരു ഇമ്പാക്റ്റ് ആണ്. പറഞ്ഞ പിന്നെ കാലസമയത്തെക്കാളും നേരത്തെ നിൽക്കുന്നത്. എല്ലാ ആളുകളും പരമാവധി ഇങ്ങനെ എന്തിലേക്ക് കൊണ്ടൊക്കെ ചെയ്യാം. എപ്പോഴും വേണ്ടി വരും, എക്സ്പ്രഷനും വേണ്ടി വരും. അപ്പൊ അതിലൊക്കെ ഇപ്പൊ കുറെ നൂലാമാലി കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്കൊരു നല്ലൊരു ഈ പിന്നെ ഡിസീസ് നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഫസ്റ്റ് ക്വാളിറ്റി എന്താണ്? ടൈം ഷെഡ്യൂൾ. Very successful, effective time schedule we have to design in advance. അങ്ങനെ നമുക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് 5 കൊല്ലാണെങ്കിൽ 4 കൊല്ലത്തേക്ക് എന്ത് ചെയ്യാം? ഒരു കുറെ ബാക്കി വെച്ചേക്കാം. എന്തെങ്കിലും കാരണവശാൽ വേണ്ടി വന്നാൽ ഗംഭീർ ഇല്ലാത്തതിനെ പറ്റും 5-ാം കൊല്ലം ഉപയോഗിക്കാം. അല്ലെങ്കിലോ 4 കൊല്ലമായാലും അതിന് ചെയ്യാം. അപ്പൊ ആ രംഗത്ത് ഒരു സ്പെസിമെൻ ആയിട്ട് സമയത്തിന് മുമ്പ് തന്നെ തീർക്കുക എന്നുള്ള ആ ഒരു ചാലഞ്ച് നമുക്കുണ്ട്. അതിനെപ്പറ്റി സാറിലേക്ക് ഒന്നുകൂടി അതിന്റെ ആ ഡീറ്റെയിൽസ് ഉണ്ടാകും.
ഇതാണ് ബാക്കി വീട്ടിൽ ഞാൻ പഠിക്കോളാം. എനിക്ക് കുറെ പറയാനുണ്ടായതല്ല, എനിക്ക് വേണ്ടി കുറെ ഇരുന്നതുകൊണ്ട് നാളെ കുറച്ചേരം ഇരുത്താൻ നിലവിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. നേരത്തെ കൊടുത്തതിൽ മുഖത്തിമാർ മാത്രമേ കൊടുത്തു. ഞാൻ മുഖത്തിമയിൽ കൊടുത്തിരുന്ന സബ്ജക്ട് ടൈറ്റിലുകളും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തു പോയിട്ടുണ്ട്. പിന്നെ അതിന്റെ ബാബ് ഇതിപ്പോ അതിൽ കാണാത്ത ഒരു മോഡലാണ്. അതായത് ബാബ് 1 അതിന്റെ ഒന്നാമത്തെ ഫസ്റ്റില് 1.1 അതിൽ വരുന്ന ടൈറ്റിലുകൾ 1.1. ഇത് നല്ല രസമാട്ടോ. ഈ നമ്പർ 13 ഉണ്ടല്ലോ, 13 ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ 1 അതിൽപ്പെട്ട സബ് ഐറ്റംസ് 1. അപ്പൊ 1 അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി വായനക്കാരുടെ സൗകര്യം ഏത് ടൈറ്റിലാണ്, ഏത് നമ്പറിലാണ്, ഏത് സബ് നമ്പറിലാണ് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അത് നേരത്തെ പറഞ്ഞതിൽ നമ്മൾ കണ്ടിട്ടില്ല. നമുക്ക് ബാബല്ലാതെ മെയിൻ ചാപ്റ്റർ ബാബ് മബഹസുണ്ട്. എന്റെ ഒരു മബഹസ് കാണുക മെയിൻ ബാബ്, സബ് ചാപ്റ്റർ ഫസ്റ്റ്. ബാബിനെക്കാളും ചെറുതാണ് ഈ ടെക്നോളജിയിൽ മബഹസ് കൊടുക്കാറുണ്ട്. അത് എന്റെ ഒരു തമിഴ്നാട്ടിൽ ഒരു വരാനുണ്ട് മബഹസ് കൊടുക്കാം അല്ലേ? ഇവിടെ കാണുന്ന ഇവിടെ ബാബ് മെയിൻ അതിന്റെ സബായിട്ട് നോക്കിക്കൊണ്ടാവശ്യമല്ലോ. ഞാൻ അതിന്റെ ടൈറ്റിലുകൾ പ്രധാനപ്പെട്ട ഒന്ന് ഫിൽമിന്റെ മെയിൻ ടൈറ്റിലാണ്. البشري كما يتجلى في القرآن الكريم مع إشارة آثار إلى تحليل നേരത്തെ ആരോ വെച്ചല്ലോ നമുക്ക് ടേംസ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ടേംസ് ആണ് ഈ തഹ്ലീൽ തആമുലി. ശരിക്ക് അതിന്റെ കൃത്യമായുള്ള ആ പിന്നെ ലെക്സിക്കൽ മീനിങ് ഉണ്ട്. നമ്മൾ പറഞ്ഞ ദലാലത്തിന്റെ വാക്ക് വരുന്നുണ്ട്. അതായത് അനാലിറ്റിക്കൽ ട്രാൻസാക്ഷൻ. ആ ട്രാൻസാക്ഷനിലെ ആ ആക്ട് ശരിക്ക് തആമുൽ അങ്ങനെ. അപ്പൊ നമുക്ക് ഒരു ടേം ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല. ജനറൽ സൈക്കോളജിയെ കുറിച്ചിട്ടുള്ള നമ്മുടെ ലിറ്ററേച്ചർ റിവ്യൂ വരുന്ന അല്ലെങ്കിൽ ആ വിഷയവുമായി ലഭ്യമായ ഡാറ്റകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതില് സാറ് ഇതിലേക്ക് അഡീഷണൽ ആയിട്ട് അറബി സാഹിത്യം പഠിച്ച ഒരാൾക്ക് സൈക്കോളജി കൈകാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്നോട് മുമ്പേ ചോദിച്ചത് ഇദ്ദേഹം അറബിക് സ്റ്റുഡന്റ് അല്ലേ? അതെ. പിന്നെ എങ്ങനെയാണ് ഹൗ ഹി ഡീൽ വിത്ത് സൈക്കോളജി? അപ്പൊ ഞാൻ പറഞ്ഞു സാർ അതിൽ കോഴ്സ് പാസ്സായിട്ടുണ്ട് അല്ലേ? കോഴ്സ് പാസ്സായിട്ടുണ്ട് അതിൽ. അപ്പൊ നമുക്ക് ഒരു ഏത് മേഖലയും കൈകാര്യം ചെയ്യാം. ആ മേഖലക്ക് നമ്മൾ ഓതലേക്ക് ചെയ്യുന്ന ഒരു സംഗതി പാട്ടാണ്. അപ്പൊ സാബിക് സാറയില് ഏത് കോഴ്സ് പാസ്സായിരുന്നു? 6 വർഷം കോയമ്പത്തൂരിലുള്ള കോയമ്പത്തൂരല്ലേ? അപ്പൊ കോയമ്പത്തൂരുള്ള ഈ സൈക്കോളജിക്കൽ ഈ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് പഠിച്ചു. അത് ഒരു ബാക്കപ്പായി. അപ്പൊ അതുണ്ടെങ്കിൽ ഈ ഭാഷ നിന്നുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതുകൂടി ഒരു സാധാരണഗതിയിൽ ചോദിക്കും, നമ്മളിപ്പോ ഒരു വിഷയം അറബി ഭാഷയും സാഹിത്യവും അല്ലാതെ എടുക്കുമ്പോൾ ആ വിഷയത്തിൽ നമുക്ക് മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഉണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സുകൾ ഉണ്ടോ എന്നുള്ളത് വിഷയമാണ്. എന്റെ അടുത്തുള്ള സർട്ടിഫിക്കേഷൻ ഇന്റർനാഷണലി വാലിഡായ ഒരു 6 ഇയർ കോഴ്സ് ആയിരുന്നത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഒരു മേഖല ഓപ്റ്റ് ചെയ്യാം. ഡിക്ഷണറി പ്രൊമോട്ട് ചെയ്യുന്ന തന്നെയാണ്. പക്ഷെ അതേസമയം നമുക്ക് നമ്മളുടെ സബ്ജക്റ്റിന് അപ്പുറം അഡീഷണൽ പ്രോഗ്രാം ഉണ്ടോ എന്നുള്ളതാണ് അതിൽ ഒരു നോക്കുന്നത്. മലയാളമാവാൻ നമ്മൾ മലയാളികളായാൽ മതി. പക്ഷെ എന്നാലും മലയാള സാഹിത്യത്തിന് കമ്പാരിറ്റീവ് സ്റ്റഡിക്ക് അത്ര വലിയ പ്രശ്നം വരില്ല. കാരണം അത് അവരർത്ഥത്തിൽ നമ്മൾ ഏതോ
ഒരു കമ്പാരിസണാണ്. മറ്റൊരു വളരെ സ്വതന്ത്രമായ ഒരു വിഷയം നമ്മൾ എടുക്കുമ്പോഴാണ് ആ വിഷയത്തിൽ നമുക്ക് പ്രാഗൽഭ്യമുണ്ടോ എന്നുള്ളത് അറിയേണ്ടി വരും. സാധാരണ ഇപ്പൊ നമ്മളെ ഇപ്പത്തന്നെ റീസെന്റ് ചില വർക്കുകളൊക്കെ വൈക്കം ബഷീറിനെയും പോരാതെയും പിന്നെ അമ്മൂട്ടിയെ പറ്റിയുള്ള കണ്ടെത്തുന്നത്. അപ്പൊ ഇത് അങ്ങനത്തെ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടാണ് പറഞ്ഞത്, നമുക്ക് അറിയുന്നതാണ്. പ്രത്യേകിച്ച് വളരെ സ്പെസിഫിക് ആയി ഇങ്ങനത്തെ ഒരു മേഖല പറയുമ്പോഴേ അതൊക്കെ ആവശ്യം. ഇവിടെ തന്നെ ശിഹാബുവാനിയുടെയും സച്ചിദാനന്ദന്റെയും കവിതകൾ കവിതകൾ എടുക്കുമ്പോഴേ മലയാള കവിതയെ കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ അതിന് ലിറ്ററേച്ചർ അറിയണം. സാമാന്യ മലയാളം നമ്മുടെ മദർട്ടങ്കായത് നടക്കാനുണ്ടല്ലോ. ഒന്നാമത്തതിൽ 4 ഫസലുകളാണ് വന്നത്. രണ്ടാമത്തത് അതിൽ നിന്ന് നേരെ കാരണം സൈക്കോളജി, ഫിലോസഫി ആ ഏരിയയിൽ ഇന്റർകണക്ട് ആയതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. ഇതിലാണ് കാരണം 15-ാം നൂറ്റാണ്ട് 16-ാം നൂറ്റാണ്ടിലാണ് ഇത് രണ്ടായിട്ട് ചെയ്യുന്നത്. ബാക്കിയൊക്കെ ഫിലോസഫി ആയിരുന്നു. കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ ഫിലോസഫി എന്നുള്ള ഒരു ഹെഡിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ആ നിലയ്ക്ക് അറബികളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഈ ഒരു ടൈറ്റില് ഞാൻ അബ്സ്ട്രാക്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു. എന്റെ അടുത്ത് ലോക്കൽ കമ്മിറ്റി അഡ്മിഷൻ തരുന്ന കമ്മിറ്റി പറഞ്ഞൊരു നിർദ്ദേശമായിരുന്നു, ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത അറബികളുടെ സംഭാവനകൾ ഇതിലൊരു ഭാഗമായി കൊണ്ടുവരണം എന്നുള്ളത് അഡ്മിഷൻ തരുമ്പോൾ ലോക്കൽ കമ്മിറ്റിയുടെ സജഷൻ ആയിരുന്നു. അങ്ങനെയാണ് ഈ ഒരു പാർട്ടിയാണ് ഇതിൽ കൊണ്ടുപോകുന്നത്. ഒരു ബീബോർഡ് കൊടുത്തിട്ട് അവരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ അറബികളായ ആളുകളുടേത് അതിൽ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തത് പിന്നെ നമ്മുടെ കോർ സബ്ജക്റ്റിലേക്ക് വരുന്നു, ട്രാൻസാക്ഷൻ അനാലിസിസ്. ഇവിടെയാണ് നമ്മളുടെ റിസർച്ച് പ്രോബ്ലം. ഇതിലെ പല ടെർമിനോളജികളും അറബിയിൽ ലഭ്യമല്ലാത്തതും നമ്മൾ കോയിൻ ചെയ്തെടുത്തതുമാണ്. ഇതില് പാരന്റ്, അഡൽട്ട്, ചൈൽഡ് അറബിയിലും ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇംഗ്ലീഷിലെ ആ ഒരു പ്രയോഗമുള്ളൂ. മലയാളത്തിൽ ഇപ്പൊ പിതൃഭാവം അല്ലെങ്കിൽ ശിശുഭാവം, പക്വഭാവം എന്നൊക്കെ മലയാളത്തിൽ ഇപ്പൊ പിന്നെ ഉണ്ടായതാണ്. അങ്ങനെ അറബിയിലേക്ക് ഇപ്പൊ നമുക്കൊരു നേരത്തെ സാറ് പറഞ്ഞ പോലെ ഭാഷയിലേക്ക് നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ അതും ഒരു കാര്യമാണ്. അത്തരം വിഷയങ്ങളാവുമ്പോൾ ചിലപ്പോൾ അങ്ങനത്തെ ചില സാധ്യതകളുണ്ടാവും. ഈ ഇതിൽ മുഴുവനായിട്ട് ഇത്തരം ടേമുകളും അതിൽ വരുന്ന ഫിലോസഫിയും അതിന്റെ തിയറിയും അതിന്റെ കോൺസെപ്റ്റുകളും മൊത്തമാണ് ഇതിൽ പറഞ്ഞത്. ചില പുസ്തകമായി നമുക്ക് അൻവാൾ സ്ട്രോക്ക്, അപ്പൊ സ്ട്രോക്ക് എന്ന് പറയുന്നത് പക്ഷെ നമ്മളൊരു തഹരീവെന്നോ അല്ലെങ്കിൽ അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞാലും പക്ഷെ ആ റിപ്പേൺ ഉദ്ദേശിച്ച ഒരു സ്ട്രോക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആവില്ല. അപ്പൊ നമ്മൾ നേരെ അതിനെ അറബിസൈസ് ചെയ്യാനേ പറ്റുള്ളൂ. അങ്ങനെ ചില പ്രയോഗങ്ങൾ ആസിറ്റീസ് തന്നെ ഉപയോഗിച്ചതല്ല. നാലാമത്തത് ഖുർആനിൽ. അതിലാണ് കുറച്ച് നമ്മള് തീർത്താ തീരാത്ത വിഷയമാണ് റൂഹ്, നഫ്സ്, കൽബ്, അഖിലെന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു കരക്കടുപ്പിക്കാൻ പറ്റാവുന്ന രൂപത്തില് അതെങ്ങനെ പറഞ്ഞാലും കുറെ പാർട്ടി അതില് കൺഫ്യൂഷനുള്ള ആളുകൾക്ക് ഉണ്ടാവും. അതിലൂടെ നഫ്സുൽ ഇസ്ലാമി ലാസ്റ്റ് വരുന്നത് അലാഖാത്തുൽ ഇൻസാൻ ഫിൽ ഖുർആനിൽ കരീം വതഹ്ലീൽ അത്തആമുൽ. ഇതാണ് അതിന്റെ കോർ സബ്ജക്ട് വരുന്നത്. ഇമോഷൻസ് ഖുർആൻ എങ്ങനെയാണ് അഡ്രസ് ചെയ്തിട്ടുള്ളത്, വ്യക്തിബന്ധങ്ങളെ ഖുർആൻ എങ്ങനെയാണ് കാണുന്നത്, സൈക്കോളജി എങ്ങനെയാണ് കാണുന്നത്, അതിൽ വരുന്നത്. ഞാൻ മുഖദ്ദിമ എന്നുള്ള ഒരു കൂടെ പറഞ്ഞു. ഞാനതിൽ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ എന്താണ് മൊത്തം വർക്ക് എന്നുള്ളത് ചുരുക്കി പറയാന്നുള്ളതാണ് ചെയ്തത്. ആദ്യം കഥാവ കഥ ഞാൻ തീർച്ചയായും ഉപയോഗിച്ചിട്ടുള്ളത്. അറബിയ ടോട്ടൽ അതിന്റെ ഒറ്റ പാരഗ്രാഫിൽ എന്താണ് വിഷയം, ആരാണ്, എവിടെയാണ് എന്നുള്ള ഒരു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുള്ളത്. നല്ല അപ്രോച്ചാണ്. അത്
പെട്ടെന്ന് ആ ഒരു വരി വായിക്കുമ്പോൾ തന്നെ നമ്മൾ ഉണ്ടാവുന്നത് ഓണത് കിട്ടും. അബ്ദുറഹ്മാൻ പറഞ്ഞതിൽ വേറൊരു ശൈലിയിലാണ്. ഈ ശൈലിയും നല്ലൊരു മാതൃകാപരമായ ശൈലിയാണ്. പെട്ടെന്ന് നമുക്ക് ഒരു ഗ്ലാൻസ് ഒരു വിഷയം കിട്ടും. പിന്നെ ചെയ്യുന്നത് അതില് ടൈറ്റിൽ വന്നിട്ടുള്ള വേർഡുകളെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഞാൻ ചെയ്തത്. കീവേഡ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് കീവേഡ്സ് കൊടുക്കും. ആ കീവേഡ്സിനെ അനലൈസ് ചെയ്യണം. അപ്പൊ നിങ്ങളെ ടൈറ്റിൽ എടുത്തു കഴിഞ്ഞാലും അതിൽ 2 3 4 മാക്സിമം ഒരു 3 to 5 കീവേഡ്സ് ഉണ്ടാവും. ആ കീവേഡിനെ അനലൈസ് അവിടെയാണ് നമുക്ക് ഇത് ലിമിറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ഇൽമുൻ നഫ്സ് പറയണം. അപ്പൊ നഫ്സ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ളത് അതിലെ കീവേഡുകളാണ്. ഈ സിസ്റ്റം നേരത്തെ അബ്ദുറഹ്മാൻ ഉണ്ടായിരുന്നു, കഹ്നീരിൽ നിർമ്മാണമുണ്ടല്ലോ, അതോടെ പറഞ്ഞില്ലാണ്ട് ഈ സിസ്റ്റം സ്വീകരിക്കാവുന്നതാണ്. സംസ്ഥാനത്തിൽ ആ ഹെഡിങ്ങിലുള്ള ടെക്നോളജിയും ടൂർമിൻസും ഇത് പ്രത്യേകം നമ്മൾ പറയുകയാണെങ്കിൽ ലെക്സിക്കൽ മീനി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു കാര്യം. രണ്ടാമത്തെ കീവേഡ് ബഷർ എന്നുള്ളതാണ്. മൂന്നാമത്തത് ഖുർആൻ, നാലാമത്തത് ട്രാൻസാക്ഷൻ അനാലിസിസ്. അപ്പൊ കീവേഡ് അനാലിസിസ് ആണ് ഫസ്റ്റ് ചെയ്തത്. പിന്നെ വന്നുള്ളത് മുറാജഅത്ത് ദിറാസ മുതഅല്ലിഖ സാബിഖ. ഇതില് PhD വർക്കുകളാണ് വന്നത്. PhD വർക്കും ടെക്സ്റ്റും പുസ്തകങ്ങൾ. ആദ്യത്തെ 2 PhD തീസിസുകളാണ്. നേരത്തെ ചോദിച്ചല്ലേ ഈ ലിറ്ററേച്ചർ റിവ്യൂവിൽ PhD വർക്കാണെന്നത് രണ്ടും ആവാം. ഇതില് അബ്ദുറഹ്മാന്റെ പുസ്തകം തന്നെയാണ്, സാധിച്ച രണ്ടും ഉണ്ട്. അതൊക്കെ നമുക്ക് ലഭ്യമായ റിസർച്ചിന്റെ ടൂൾസ് ഇത് ഉപയോഗിക്കാം. ഇതാണ് നേരത്തെ ഹുദൂദ് എന്ന് പറഞ്ഞ് ഞാൻ ഉപയോഗിച്ച നിഖാബ് ദഅവത്തുൽ ഉസൂൽ. ഈ വിഷയത്തിൽ എന്റെ പരിമിതി, നമുക്കെല്ലാം കഴിയില്ല, നമുക്ക് നമ്മുടേതായ കുറെ പരിമിതികൾ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാം. അതൊരു പുതിയ ഒരു ടേമിൽ ഉപയോഗിക്കണം. ഈ ഹുദൂദ് എന്ന പരമ്പരാഗത വാക്കുകൾ ഉപയോഗിക്കുവാനും അങ്ങനെ മനസ്സിലാക്കിയത് ഉപയോഗിക്കണം നമുക്കിങ്ങനെ കേട്ടിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ ഉപയോഗിച്ചു. ഇതില് ശരിക്ക് സാറ് പറഞ്ഞ പോലെ നമ്മളെ ഞാൻ എന്തുകൊണ്ട് സൈക്കോളജി എടുത്തു എന്നുള്ളതിന് നമുക്ക് കാരണം ഉണ്ടാവണം. അതാണ് അതിൽ പ്രധാനപ്പെട്ടത്. നമുക്കിപ്പോ ഒരു വിഷയം ജസ്റ്റ് എടുക്കാൻ എന്നുള്ളതിലുപരി എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും വിഷയത്തിലേക്ക് നമുക്ക് എത്താൻ. അതാണ് നേരത്തെ സാറ് സൂപ്പർവൈസർ പറഞ്ഞൊരു വിഷയമല്ല, ഞാൻ എന്തുകൊണ്ട് ആ വിഷയത്തിലേക്ക് എത്തി എന്നുള്ളതിന് നമുക്ക് നമ്മുടേതായ ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടായാൽ സുഖമായിരിക്കും. മുഷ്കിലത്തുൽ ബഹ്സ്, മൻഹജുൽ ബഹ്സ് ഒക്കെ നേരത്തെ വന്ന ടോപ്പിക്കുകളിലാണ്. ഈ മുഷ്കിലത്തുൽ ബഹ്സ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന നമുക്ക് ഒരർത്ഥത്തിൽ ഹെൽപ്പ് ചെയ്യും. അതായത് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് നമ്മുടെ തിസീസ് എന്ന് പറയുന്നത്. ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ എന്റെ എല്ലാ ടൈപ്പ് അബ്വാബ് ഉസൂലുകളെയും സമഗ്രമായി കവർ ചെയ്യാവുന്ന രൂപത്തിൽ കുറെ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ചിരുന്നു. ആ ക്വസ്റ്റ്യൻ ഞാൻ കുറെ ആളുകളെ ഇന്റർവ്യൂ നടത്താൻ ചോദ്യം അവരോടൊക്കെ ചോദിക്കും. അവര് പറയുന്ന ഉത്തരങ്ങൾ നമ്മൾ ഡോക്യുമെന്റ് ചെയ്തു. ആ ചോദ്യങ്ങൾ ഓരോന്നും നമ്മുടെ ബാബിലേക്കും ഫസ്റ്റിലേക്കും ചേർത്ത് വെക്കാവുന്നതായിരിക്കും. ആ നിലയ്ക്ക് നമ്മളുടെ മൊത്തം അബ്വാബുകളെയും ഉസൂലുകളെയും കവർ ചെയ്യുന്ന രൂപത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻ ആക്കി വെക്കാം. ആ ക്വസ്റ്റ്യന്റെ മറുപടിയാണ് നമ്മുടെ തിസീസ് എന്ന് പറയുന്നത്. നേരത്തെ ചോദിച്ചില്ല മസാദർ ഇല്ലെങ്കിൽ മസാദർ അത്തരം സംഭവങ്ങൾക്ക് ഈ അപ്രോച്ച് ചെയ്യണം. ഇതിന്റെ അനുഭവങ്ങളും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ നമുക്ക് ചെയ്യാം, ചാറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്റർവ്യൂ നടത്താം, ഹിവാറാവാം. അതൊക്കെ തന്നെ സോഴ്സാണ്. ആ വിഷയത്തിലെ മസ്തർ അസാസിയാണ് ഇത്. അപ്പൊ അത് വളരെ ഒതന്റിക്കാണ്.
ഉദാഹരണത്തിന് നോക്കാം القرآن الكريم يخاطب نفس الإنسان كيف يعالج القرآن الكريم النفس هل هي عاطفية أم عقلية ഇങ്ങനെ നമുക്ക് അതിൽ വരുന്ന ഏരിയകൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റിയാൽ മതി ദെൻ മൻഹജ് മോഡി അല്ലെങ്കിൽ ഒരു അനലിറ്റിക്കൽ നമുക്ക് ഏതാണോ നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് എടുക്കാം. പിന്നെ ഞാനതിൽ ഉപയോഗിച്ച ഒന്ന് മറാജികൾ ബഹ്സ് എന്നുള്ളതാണ്. നമ്മൾ ഏതൊക്കെ ടൈപ്പ് സോഴ്സുകൾ ഉപയോഗിച്ചു. അതിൽ ഒന്ന് ഖുർആൻ ഉപയോഗിച്ചു, അതിന്റെ തഫ്സീറുകൾ അത് റൈറ്റാണ്. പിന്നെ ഹദീസ്, അതിന്റെ സിഹാസിത്ത, അതിന്റെ വിശദീകരണങ്ങൾ, മഹാജി മൊഴിജമുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, മൗസുവാത്ത് എൻസൈക്ലോപീഡിയകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ സൈക്കോളജിയിലുള്ള പുസ്തകങ്ങൾ, റിബേണ്ട വർക്കുകൾ, അല്ലെങ്കിൽ ഈ സൈക്കോളജി മാത്രം കവർ ചെയ്യുന്ന ജേണലുകൾ, താജൊക്കെ ഉണ്ട്, ട്രാൻസാക്ഷൻ അനാലിസിസ് ജേണൽ, അതിൽ ഈ വിഷയം മാത്രമേ വരുള്ളൂ. അപ്പൊ അങ്ങനെ ഏതൊക്കെ ടൈപ്പ് സോഴ്സുകൾ നമ്മൾ ഉപയോഗിച്ചു, ബുക്സ് എന്നാണ് ബുക്സിൽ, പിന്നെ ബാക്കി നമുക്ക് കൊടുക്കാം. ഏതൊക്കെ ടൈപ്പ് സോഴ്സുകൾ നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് മുഖത്തിന്മേൽ പറയാം. പിന്നെ ഞാൻ കൊടുത്തത് തെബുവീബുൽ ബഹ്സ് തന്നെയാണ്. ഓരോ ബാബുകളിലും എന്തൊക്കെയാണ് പറഞ്ഞു പോയത് എന്നുള്ളത് ഓരോ പാരഗ്രാഫ് എടുത്തിട്ട് അങ്ങനെ പറഞ്ഞു പോവാണ് ചെയ്തത്. അത് പുസ്തകം ഇല്ലാത്ത വിഷയത്തിൽ ബഹാദ് സാറല്ല അതെ. അപ്പൊ അതിന് സാർ കൃത്യം പറയാം മറാജി ഈ വിഷയത്തിൽ ഒരു പുസ്തകമില്ല, എന്റെ ഈ സോഴ്സ് ഇന്ന് തന്നെ ഇതൊക്കെയാണ്, ഒന്നുകിൽ പിന്നെ നെറ്റാണ്, അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ കോണ്ടാക്ട് ആണ്, അല്ലെങ്കിൽ ഇത്ര കൊല്ലമായി ഞാൻ ഇങ്ങനെ ഇപ്പം അറബിക് ടീച്ചിങ്ങിലാണ്, ആ കൊല്ലം ഞാൻ ഉണ്ടാക്കിയ പരിചയം, അത് അവിടെ നമുക്ക് സ്ഥാപിക്കാൻ പറ്റണം. ആ മറാജി അനുഭവങ്ങൾ എന്ത് പറയാണ്, നമുക്ക് നമ്മൾ ഏൺ ചെയ്ത എല്ലാ കാര്യം പറയും. സോഴ്സുകൾ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഒരു ബുക്ക് അല്ലെങ്കിൽ ജേണല്, തിസീസ് എന്ന് പറയുന്ന ഒരു ചെറിയ കമ്മലിലോ ഒതുക്കേണ്ടതില്ല. നമുക്കിപ്പോ ഇന്റർവ്യൂ എന്ന്